ഹായ്, എൻ്റെ പേര് ഷംല. ഞാനാണ് ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള ക്യാരക്ടറിലേക്ക് എത്തുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ 1001 നുണകൾ വഴിയാണ്. 1001 നുണകളിലെ സ്പോട്ട് എഡിറ്ററാണ് ഫെമിനിസ്റ്റ് ഫാത്തിമേൻ്റെ ഡയറക്ടർ ഫാസിൽ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. എൻ്റെ കോ ആക്ടറാണ് സുധീഷ് കറിയ. ആളാണ് ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസർ. ആൻഡ് താമർ ഓൾസോ പ്രൊഡ്യൂസർ ഓഫ് ദിസ് മൂവി. ആദ്യം ഫാസിൽ ഇതിൻ്റെ ഒരു നെറേറ്റീവ് അയച്ചു തന്നപ്പോൾ ഒരുപാട് ഇഷ്ടമായി. കാരണം നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ ചുറ്റുപാടിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് കണക്റ്റായി. ഒരുപാട് അതിനു വേണ്ടി എനിക്ക് ക്യാരക്ടറിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. കാരണം വേറൊരു കമ്മ്യൂണിറ്റി അല്ലല്ലോ ഇത്, നമുക്ക് പരിചയമുള്ളൊരു കമ്മ്യൂണിറ്റി നിന്നിട്ടാണല്ലോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും എല്ലാ ഏജ് ഗ്രൂപ്പുകൾക്കും ഉള്ളൊരു സിനിമ ആയതുകൊണ്ടും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് കൊണ്ടുമാണ് ഈ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തത്. ഫെമിനിസ്റ്റ് ഫാത്തിമയാവാൻ വേണ്ടി അത്രയേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഉമ്മയാണെങ്കിലും ഉമ്മുമ്മയാണെങ്കിലൊക്കെ നമ്മളും അവരെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ലൈക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് വേണ്ടി എടുത്തു വരാണ്ടി വന്നാൽ പോലും നമ്മൾ അവരോട് എടുത്തു തരാൻ പറയുക. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലുണ്ടല്ലോ ആ മോൻ ചേച്ചിനോട് പറയുന്നത്, ഒരു ക്ലാസ് അമ്മേനോട് പറയുമ്പോൾ ചേച്ചി ചൂടാവുന്നൊരു സീന്. അപ്പോൾ അത് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഒരു ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഒരുപാട് ചൂഷണം ചെയ്യുന്നു. ചൂഷണമല്ല, ഒരുപാട് അയാൾ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല. അപ്പോഴാണത് ആ ഭാര്യേൻ്റെ ലെവൽ മാറുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ അതുവരെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നൊരു ജീവിതമായിരുന്നു. പക്ഷെ ഒരു ചെറിയ ആവശ്യം വന്നപ്പോൾ ആളിങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ ആണ് അവർ തിരിച്ചറിയുന്നത് അവരെ കൊണ്ടും പറ്റുമെന്നുള്ള കാര്യം. കാരണം എനിക്ക് ആ സിനിമ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോളുണ്ടായിട്ട് 6th മന്തിലായിരുന്നു. അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് മിസ്സാക്കണ്ട എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. കാരണം സച്ച് എ ഹ്യൂജ് മെസ്സേജ്, പവർഫുൾ മെസ്സേജ് ഫോർ എവ്രി വൺ. അപ്പോൾ എന്തിനു മിസ്സാക്കണം? കുഞ്ഞെൻ്റെ കൂടെ ഉണ്ടാവില്ലേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാമല്ലോ. തിയേറ്ററിൽ നല്ല കയ്യടി കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും നമ്മൾ പ്രതീക്ഷിക്കാത്തതിനൊക്കെ നല്ല കയ്യടിയും ചിരിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ എന്നോട് ഹസ്ബൻഡ് പുറത്തുനിന്ന്, ഞാനത് പറയുന്നില്ല സിറ്റുവേഷൻ, ഞാനൊരു അർജൻസി ഒരു കാര്യം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളെന്നെ വിളിക്കും. അപ്പം ഞാൻ ധൃതിയിൽ വരുമ്പം ഒരു സിമ്പിൾ ആവശ്യത്തിന്, ആളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ആവശ്യത്തിനാണ് എന്നെ പുറത്തുനിന്ന് വിളിച്ചത്. അവിടെ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട് ലാസ്റ്റ്. അപ്പം എനിക്ക് ഭയങ്കര കയ്യടി കിട്ടുന്നത്. ആ ഒരു ഭാഗം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ആ ഫെമിനിസത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്കും അവരുടെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു മെസ്സേജ് പാസ് ചെയ്യണം. ലൈക്ക് ഒന്നും ഒരു ഒബ്സ്റ്റക്കിൾ അല്ല, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കഴിയും. പിന്നെ ഇവളെനിക്കുള്ളത് കൊണ്ടൊരു ധൈര്യമാണ്, ഒരു സന്തോഷമാണ്. ഒരുപാട് സിനിമകളല്ലാതെ കുറച്ച് നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. ഇതുപോലെ നല്ല മെസ്സേജുകൾ പാസ് ചെയ്യുന്ന നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം.